നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ ദേവൻ സാറ് BJP വിട്ടിരിക്കുകയാണ്. അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അതിനെക്കാട്ടി ഉപരിയായി പ്രാഥമികമായിട്ടുള്ള അംഗത്വം വരെ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അപ്പം ഇത്രമാത്രം അദ്ദേഹം എന്തുകൊണ്ട് വെറുത്തുപോയി BJPയെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയപ്പോൾ അതേ സമയത്ത് തന്നെ, അതേ ഒരു കാലയളവിൽ തന്നെ PC ജോർജ് സാറ് വന്നിട്ട് പറയാണ്, എൻ്റെ അപ്പൻ മോഡിജിയാണ് സത്യം, എൻ്റെ മണ്ഡലത്തിൽ 4.5 കോടി മറ്റോ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ 1 ഉറുപ്പ്യ പോലും ഞാൻ കണ്ടിട്ടില്ല, 1 ഉറുപ്പ്യ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരച്ചിൽ. അതേസമയം തന്നെ നമ്മുടെ 2020 ഭാഗമായിരുന്നു, NDAയുടെ ഭാഗമായിരുന്നു, 2020 ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽമാരാർ വന്നിട്ട് പറയുന്നു, എനിക്കൊരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, എന്നെ ഈ ഒരു ഇലക്ഷനിൽ ഇറക്കിയത് കൊണ്ട് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് 10-20 ലക്ഷം രൂപ പോയി, ഇപ്പം എനിക്ക് തരാമെന്ന് പറഞ്ഞ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ ഒരു ഭാഗത്ത്. അങ്ങനെ 3 ആളാണുള്ളത്. ഒന്ന് ദേവൻജി ഇപ്പോൾ പബ്ലിക്കായിട്ട് ഗെറ്റ് ഔട്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. PC ജോർജ് ഒരു ഭാഗത്തുനിന്ന് വെടിപൊട്ടിച്ചിട്ടുണ്ട്. അഖിൽമാരാർ ഓൾറെഡി മറ്റൊരു ഭാഗത്തുനിന്ന് ഈ 2020 ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, BJPയുടെ സെൻട്രൽ അക്കൗണ്ട്, അതായത് ഡൽഹിയിലുള്ള അക്കൗണ്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇത് പ്രകാരം, ഡാറ്റാസ് പ്രകാരം 10,500 കോടി, എത്ര 10,500 കോടി രൂപ ക്യാഷ് ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പലിശയിനത്തിൽ മാത്രം 600 ചില്ലാനം കോടി, 6.3%, അങ്ങനെ 630 കോടി പലിശയിനത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ BJP എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നതിലേക്കുള്ള ഉപരിയായിക്കൊണ്ട് വലിയൊരു ഫണ്ട് കളക്ഷൻ ഏജൻറ്റ്, അല്ലെങ്കിൽ വലിയൊരു ഫണ്ട് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണോ എന്നുള്ള ചർച്ചകളും എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദേവൻ സാറിൻ്റെ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേവൻ സാറിന് എന്ത് പറ്റിയെന്നുള്ളത് ആദ്യം നോക്കാം. ഒരു വാർത്ത കാണാം. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ രാജിവെക്കുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്, തീർത്തും സാധാരണ കാര്യം. പക്ഷേ നടൻ ദേവൻ അതിനെ ഒന്ന് കളറാക്കി. ഇന്നലെ ഞാൻ കിടന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. വെറും രാജിയല്ല, ഇനി BJPയിൽ ഇല്ല എന്ന പ്രഖ്യാപനമാണ് ദേവൻ നടത്തിയത്. പ്രാഥമിക അംഗത്വവും ഒഴിവാക്കുകയാണ്. ചെറിയൊരു സംശയം, ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ശരിക്കും BJP വൈസ് പ്രസിഡന്റ് ആയിരുന്നോ ദേവൻ? ആയിരുന്നു പണ്ട് K. സുരേന്ദ്രന്റെ കാലത്ത്. രാജീവ് ചന്ദ്രശേഖറിന്റെ BJPയിൽ ദേവൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ല എന്നതാണ് സത്യം. ഈ കാണുന്നത് കഴിഞ്ഞ വർഷം രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയ ഭാരവാഹി പട്ടികയാണ്. വൈസ് പ്രസിഡന്റുമാരുടെ പേരുകൾ നോക്കൂ, അതിൽ ദേവന്റെ പേരില്ല. അപ്പോൾ ശരിക്കും എവിടെ നിന്നാണ് ദേവൻ രാജിവെച്ചത്? ഇനി എന്തിനാണ് രാജി എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്കൊരു സ്പേസ് ഇല്ല BJPയിൽ, അപ്പോൾ എനിക്ക് റിസൈൻ ചെയ്യാതെ വേറെ വഴിയില്ല. പ്രവർത്തിക്കാനുള്ള അവസരമല്ലേ ചോദിച്ചത്, അല്ലാതെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. മോശമായി പോയി, വളരെ വളരെ മോശമായി. അപ്പോൾ ഇതാണ് അവസ്ഥ. അതായത് ദേവൻജി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല. മനസ്സിലായില്ലേ? അവിടെ സ്വാതന്ത്ര്യമില്ലത്രേ. അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദേവൻജി പറഞ്ഞിരിക്കുന്നത് അവിടെ എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല. അതായത് ഇദ്ദേഹം ഓരോ ആവശ്യത്തിന് ഇങ്ങനെ ഈ പ്രസിഡന്റിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ വലിയ താല്പര്യമില്ല എന്ന് നമ്മൾ വേണം കരുതാൻ. പ്രസിഡന്റിന് ചന്ദ്രശേഖരേട്ടന് ദേവൻജിയെ വേണ്ടത്ര താല്പര്യമില്ല എന്ന് മാത്രമല്ല, അയാൾ വൈസ് പ്രസിഡന്റ് കൂടിയല്ല.
അപ്പോൾ സ്വയം ചമഞ്ഞ് സ്വയം വൈസ് പ്രസിഡൻ്റായി ഇയാൾ മനസ്സിലാക്കി വെച്ചതോ എനിക്ക് തോന്നുന്നു ഈ സിനിമാ മേഖലയിലുള്ളവർക്കോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് മൂല്യങ്ങളുടെ ഒരു ശോഷണം സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ വല്ല ഒരു പ്രതിഭാസം നടക്കുന്നുണ്ടോ? മൂല്യങ്ങൾ ഇല്ലാതെയാകുക അല്ലെങ്കിൽ അവർ പറയുന്നതിനോട് അവർക്ക് നീതി പുലർത്താതിരിക്കാനുള്ള ഒരു ഓപ്ഷനായി മാറുന്നുണ്ടോ ഈ ഒരു പാർട്ടി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവർ ഈ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പൊതുമോ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴോ ഇങ്ങനെ ഒരു പ്രോബ്ലം കാണുന്നില്ല. പ്രത്യേകമായിട്ട് ഇവരൊരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഭാവവും മട്ടവും ഒക്കെ മാറി എന്തോ അങ്ങനല്ലേ രാജാവിൻ്റെ ഒരു സഭയിൽ അംഗമായതുപോലെ അങ്ങനെ ഒരു രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. പിന്നെ അതുപോലെ വെളിവില്ലായ്മ പറയും. ഇപ്പോൾ കണ്ടില്ലേ, ടെക്നിക്കലി അയാൾ വൈസ് പ്രസിഡന്റ് പോലുമല്ല, എന്നിട്ട് പറയുകയാണ് ഞാൻ BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെക്കുകയാണ്. ഇത് ക്ലിയർ കട്ടാണ്. ഇയാൾക്ക് വേറെ എവിടെ നിന്നോ എന്തോ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാൾ ഉദ്ദേശിച്ചതുപോലെ BJPയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കോടികൾ ഇയാൾക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചായിരിക്കും പോയത്. അപ്പോൾ അത് കിട്ടുന്നില്ല. ഇതോടനുബന്ധിച്ചിട്ടുള്ള വേറൊരു വാർത്താ ക്ലിപ്പ് കാണാം. പ്രതികരണത്തിലേക്കാണ് നടൻ ദേവൻ BJP വിടുന്നതായി ഒരു പൊതുവേദിയിൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. തന്റെ അഭിപ്രായം നേതൃത്വം കേൾക്കാൻ തയ്യാറായില്ലെന്ന് ദേവൻ പറയുന്നു. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നാടിനായി ചെയ്യണം, ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നും ദേവൻ പറയുന്നു. അല്ല, ശരിക്കും രാജിക്കത്ത് കൈമാറിയിട്ടില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒരു തീരുമാനമായിട്ട് ഞാൻ 6 മാസമായി നടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ 6 മാസത്തിനുള്ളിൽ ഇത് രാജിവെക്കണമെങ്കിൽ അതിനൊരു വേദി വേണം. ആ വേദി എന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വേദി തന്നെ ആയിരിക്കണമല്ലോ. അതിനുവേണ്ടി ശ്രമിച്ചു. ഇതിന്റെ അധ്യക്ഷന്റെ അടുത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഈ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം അവൈലബിൾ അല്ല. പിന്നെ ഞാൻ ഒരുപാട് ഫോൺ കോളുകൾ വിളിച്ചു, അത് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മെസ്സേജസ് അയച്ചു, അതിനും റിപ്ലൈ ഇല്ല. അങ്ങനെ 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു, അപ്പോഴൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് വിചാരിച്ച് വന്നൊരു മനുഷ്യനാണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അവർ അംഗീകരിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിനും കേരള നേതൃത്വത്തിനും ഇൻ ബിറ്റ്വീൻ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ആണ് ഈ പ്രശ്നം. ഒരു ലിങ്ക് ഉണ്ട്, അത് വലിയ അപകടകരമാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തിന് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം ഇത് ചെയ്യില്ല. നേരെ റോങ് നെറേറ്റീവാണ് കൊടുക്കുന്നത്. വ്യക്തം ദേവൻ പറയുന്നത് ദേവന് വേണ്ടുന്ന പരിഗണന കിട്ടിയില്ല, അല്ലെങ്കിൽ ദേവനെ കേൾക്കാൻ ആളില്ല. ദേവനെ പോലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫിഗർ, സോ കോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടർ, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവരും അംഗീകരിച്ച മലയാളികൾ കണ്ടുപരിചയമില്ലാത്ത ഹീറോ പരിവേഷമുള്ളൊരു വില്ലനായിരുന്നു ദേവൻ. അങ്ങനെയുള്ള ദേവനെ ഒരു ആരുമല്ലാതാക്കുന്നത് പോലെയുള്ള ഒരു സമ്പ്രദായം വന്നപ്പോൾ ദേവൻ അവിടെ ഓപ്ഷനില്ല. ദേവനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം തന്നെ പറയുന്നു 10-45 പ്രാവശ്യം 6 മാസത്തോളം വിളിച്ചു പോലും. അപ്പോൾ ഈ പ്രസിഡന്റിൻ്റെ ഒരു നിലപാടിടെ പോടേ നിന്നോടിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ദേവൻ എന്ത് ചെയ്യും? ദേവൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ദേവന് താല്പര്യമുണ്ടെന്നാണ് ദേവൻ പറയുന്നത്. പക്ഷേ ഇയാൾ പോയിട്ട് അവിടെ അറിയിക്കുന്ന റോങ് റിപ്പോർട്ടിംഗ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നെറേറ്റീവ് മനസ്സിലാക്കേണ്ടത്. ദേവൻ പറയുന്നതും അതിൻ്റെ വേറൊരു വശമാണ് PC ജോർജ് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ഫിനാൻസ് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട്. BJPയുടെ ഈ കുറഞ്ഞ കാലത്തുള്ള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഫിനാൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് PC ജോർജ് ഇപ്പോൾ ഈ ഉന്നയിച്ചിരുന്ന ആരോപണവും ദേവന്റെ പുറത്തുപോക്കും അഖിൽമാരാരുടെ വോയിസ് മെസ്സേജും ഒക്കെ കൂട്ടിക്കുഴച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് PC ജോർജ് സാർ പറയുന്നൊന്ന് നോക്കാം. BJP ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി BJP നേതാവ് PC ജോർജ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നാണ് PC ജോർജിന്റെ വെളിപ്പെടുത്തൽ. പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവായി എന്ന കണക്കാണ് തനിക്ക് തന്നത്. എന്നാൽ ലിസ്റ്റിൽ പേരുള്ള പലരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പണം വാങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായി. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ നിശ്ചയിച്ച തുക പോലും നൽകിയില്ല എന്നും BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുര്യാടാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നും PC ജോർജ് പറഞ്ഞു. പരമാവധി 40 ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കാവൂ എന്ന് ചട്ടമുള്ളപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങളിൽ 4.5 കോടി രൂപ വീതം ചെലവഴിച്ചുവെന്നും
ജോർജ് വെളിപ്പെടുത്തി. BJP യോഗത്തിനിടയിൽ PC ജോർജ് നടത്തിയ നിർണായക തുറന്നു പറച്ചിൽ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. സജി കുറിയാൻ സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് കാര്യം വിളിച്ചു ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമോ? ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞ് കണക്കിരിക്കുന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായിട്ട് കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്. 4.5 കോടി രൂപ വീതം A ക്ലാസ് 4 കോടി 45 ലക്ഷം. അങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് കണക്കിൽ മാത്രമാണ്. കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് PC ജോർജ് പറയുന്നത്. ഓരോ ഇടങ്ങളിലും ഈ ചുമതലയുള്ള നേതാക്കൾ അത് മുഴുവൻ അടിച്ചു മാറ്റിയെന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ വിവാദവുമാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. മധു, BJPയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഇതുവരെ പാർട്ടി ഓൺ ചെയ്തിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എന്ന നിലപാടെടുക്കുമ്പോഴാണ് പൂഞ്ഞാറിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അവരുടെ ദേശീയ നേതാവായ PC ജോർജ് പാർട്ടിക്കകത്ത് അദ്ദേഹം തുറന്നു പറച്ചൽ നടത്തുന്നത്. പാർട്ടിയിലെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചുമതല മധ്യമേഖലാ സെക്രട്ടറി ആയിരുന്ന സജി കുരുക്കാടിനായിരുന്നു. സജി കുരുക്കാടിന്റെ കയ്യിലാണ് 4.5 കോടി രൂപ പാർട്ടിയുടെ ഫണ്ട് എത്തിയത്. ആ ഫണ്ട് വേണ്ട രീതിയിൽ ചിലവഴിച്ചില്ല എന്നതാണ് PC ജോർജിന്റെ വിമർശനം. തുറന്നു പറച്ചൽ. അതിൽ PC ജോർജ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഫണ്ടിന്റെ കണക്ക് ചോദിച്ചു. 4 കോടി 45 ലക്ഷം രൂപ ചിലവഴിച്ചതിന്റെ ഒരു കണക്ക് 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുതന്നു. ആ കണക്കിൽ പറയുന്ന പല വ്യക്തികളെയും നേരിട്ട് വിളിച്ചു. ഒരാൾക്ക് പോലും പണം കിട്ടിയിട്ടില്ല. അതേക്കുറിച്ച് മനസാവാച കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന കാര്യം PC ജോർജ് പറയുന്നു. വ്യക്തം, ശക്തം, വളരെ വ്യക്തം, വളരെ ക്ലിയർ ആണ്. അതായത് ഈ BJPക്ക് ചെറിയൊരു തെറ്റ് പറ്റിയാണ്. ചെറിയ തെറ്റെന്നല്ല, വലിയൊരു തെറ്റ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവര് കയ്യിൽ വെച്ചിരിക്കുന്നത് പാമ്പിനെയാണ് പാല് കൊടുത്ത് വളർത്തുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതായത് PC ജോർജ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലും അതുപോലെ കോൺഗ്രസിൻ്റെ മറ്റേ സംഘടനയിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ലഹളയുണ്ടാക്കി, വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്തു വന്ന ആളാണ്. അപ്പം അദ്ദേഹം അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ വിരാജിക്കുന്ന മണ്ടന്മാരെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ 4.5 കോടി PC ജോർജിന്റെ മണ്ഡലത്തിൽ ചെലവാക്കിയെന്ന് പറഞ്ഞാൽ സജി കുരുക്കാട് ശരിക്കും കുടുങ്ങി. കാരണം PC ജോർജും PC ജോർജിന്റെ മകനും എല്ലാ അടവും പയറ്റിത്തെളിഞ്ഞ് വന്ന യോദ്ധാക്കളാണ്. അവർക്ക് BJPയോ RSSോ പിന്നെ SDPIയോ കോൺഗ്രസോ CPM ആയാൽ പോലും അവർക്ക് വിഷയമല്ല. അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ വിഷയം ഉണ്ടാക്കുന്നു മാത്രമല്ല, അവർ കലാപം ഉണ്ടാക്കും. അത് അവരെ പറ്റി അറിയുന്നവർക്കറിയാം. അപ്പോൾ PC ജോർജ് ഇപ്പം BJPയുടെ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് 4.5 കോടി 4 കോടി 45 ലക്ഷം എന്ത് കോപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. സജി കുരുക്കാടായിക്കോട്ടെ, ഏത് കുരുക്കാടായിക്കോട്ടെ, ആ പണം എവിടെ കൊടുത്തു? അപ്പോൾ സജി കുരുക്കാട് ഒരു കണക്കുമായിട്ട് വന്നു, ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നു, ഇന്നാക്ക് കൊടുത്തു. PC അല്ല ആള്. PC എല്ലാവരും വിളിച്ചു, ഡേയ് ഹലോ ഡേയ് കിട്ടിയോ, ഡേയ് ഇത്ര ഫണ്ട് കിട്ടിയോ, 12 ലക്ഷം കിട്ടിയോ, 10 ലക്ഷം കിട്ടിയോ, എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു. ഒരാൾക്ക് ഒരണ പൈസ കിട്ടിയിട്ടില്ല. വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയേണ്ടത്, ദേവൻ പുറത്തുപോയ വിഷയം അഖിൽമാരാർക്ക് പൈസ കിട്ടാത്തതൊന്നുമല്ല. BJPയിൽ കുറച്ച് കാലങ്ങളായിട്ട് പൈസയുടെ അതിവിനിയോഗം, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്തുള്ള ധൂർത്ത്, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്തുള്ള വെട്ടിപ്പ് ഒരു പരിധിയിലേറെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഇതിലേറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ, ഇത് കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തൂല. കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇലക്ഷന് വേണ്ടി ഒരു 250 കോടി അല്ലെങ്കിൽ ഒരു 350 കോടി അവർ മാറ്റിവെക്കുന്നു. കാരണം അവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവട്ടെ. ഒരുപാട് വർഷങ്ങളായി ശ്രമിക്കുന്നു, അവിടെ റിസൾട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ആ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രത്യാശയിലാണ് അവർ. ഇവിടെ ആകട്ടെ, ഇവിടെ കുറച്ച് നേതാക്കളുണ്ട്, വലിയ നേതാക്കൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് തലപ്പത്തുള്ള. അത്രയൊക്കെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. 1, 2, 3, 4, 5. ഈ 5 നേതാക്കളും തമ്മിൽ വടംവലിയാണ്.
ഞാനാദ്യം എന്ന് പറഞ്ഞു. എന്തിന്? ഫണ്ട് മുക്കാൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പാലക്കാട് നമ്മുടെ പിഷാരടി ജയിച്ച മണ്ഡലത്തിൽ വ്യക്തമായിട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് 5000 രൂപ വീതം കൊടുക്കുന്നത്, ഒരു അമ്മച്ചിക്ക് കൊടുത്തത് കയ്യോടെ കോൺഗ്രസ് പ്രവർത്തകർ വീഡിയോ ആക്കിയതും അപ്പം തന്നെ ശോഭയിച്ച് ഇറങ്ങി വന്നിട്ട് അടിച്ച് കണ്ണാൻ പൊട്ടിക്കൊടാന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ ഭീഷണിപ്പെടുത്തുന്നതും ഇതൊക്കെ വലിയ വിവാദമായതാണ്. ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് BJP ആയതുകൊണ്ടും ഇവർക്ക് കേന്ദ്രത്തിൽ അത്രയും പിടിപാടുള്ളത് കൊണ്ടുമാണ് ഇത് വിഷയമാകാത്തതും. പിന്നെ മീഡിയാസിൻ്റെ ഒക്കെ വായിൽ ഒരുപാട് പണം കുത്തിക്കയറ്റുന്നതുകൊണ്ട് അവരും വലിയ വിഷയമാക്കുന്നില്ല. ഇതേ സംഭവം കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ CPM-ലോ മറ്റു ഘടകകക്ഷികളിലോ ആണെങ്കിൽ അവരൊക്കെ അവിടെയൊക്കെ ED റെയ്ഡും CBI കേസൊക്കെ ആയിട്ട് അവരൊക്കെ അകത്തായിട്ടുണ്ടാവും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കേസ് അത് ഈ പറഞ്ഞ പോലെ തെളിവില്ല, അല്ലെങ്കിൽ അവർക്ക് കംപ്ലൈൻറ്റ് ഇല്ല, കുട്ടികൾക്ക് കംപ്ലൈൻറ്റ് ഇല്ല, കോൺഗ്രസിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാണ്ടായി. അതുപോലെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്ന ദേവൻജി അവരുടെ മണ്ഡലത്തിൽ പൈസ അല്ല കിറ്റ് കൊടുക്കാൻ നോക്കിയിട്ട് ഒരുപാട് കിറ്റൊക്കെ സ്റ്റോർ ചെയ്ത് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള കോൺഗ്രസ്സുകാർ അതിനെതിരെ വളരെ സംഘടിച്ചെത്തുകയും അപ്പോൾ ദേവൻ കൈകൊണ്ട് ഇങ്ങനെ ഇടയിടെ പോടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായ ആ ഒരു രംഗമൊക്കെ ഈ വാർത്തകൾ കാണുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം ചൂടോടെ വീക്ഷിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് കൂട്ടി വായിക്കേണ്ടത്? ശോഭാ സുരേന്ദ്രൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുത്ത പൈസ, ദേവൻ്റെ തെരഞ്ഞെടുപ്പ് തോറ്റു, അത് വേറെ വിഷയം. അതുപോലെ ദേവൻ ഒരുപാട് കിറ്റൊക്കെ സപ്ലൈ ചെയ്തു, ദേവനും തോറ്റു, അതും വേറെ വിഷയം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സപ്ലൈ ചെയ്യാൻ മാത്രമുള്ള ക്യാഷ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ 10,500 കോടി ക്യാഷായിട്ട് ബാലൻസ് വെച്ചിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് അതിൻ്റെ ബന്ധപ്പെട്ടവർ പറയേണ്ട മറുപടിയാണ്. നമുക്കിങ്ങനെ വാർത്തകളെ വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട വാർത്തകളിലുള്ള കയമ്പ് പരിശോധിക്കൽ മാത്രമേ നിർവാഹമുള്ളൂ. നമ്മളിപ്പോൾ ഒരു അന്വേഷണ ഏജൻസിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടും നമ്മളെ കയ്യിലില്ല. അപ്പോൾ എന്ത് തന്നെയായാലും PC ജോർജ് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, അത് ഓർമ്മിച്ചാൽ മതി. ദേവൻജിയൊക്കെ മിണ്ടാതെ അങ്ങ് പോകും. പക്ഷെ PC-യും PC-യുടെ മകനും അവരെന്തായാലും അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് ആരെങ്കിലും അടിച്ചു വാരിയിട്ട് അവരെന്തായാലും അത് നേടിയിടും. അത് മാത്രമല്ല ഇവിടെ LDF കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വാർത്ത കൂടി കേട്ടാൽ മനസ്സിലാവും. നടത്തിയ വെളിപ്പെടുത്തലിൽ LDF ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയേക്കും. 40 ലക്ഷം ചെലവഴിക്കേണ്ട സ്ഥാനത്ത് 4.5 കോടി രൂപ ചെലവഴിച്ചു എന്ന് PC ജോർജ് തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് നീക്കം. PC ജോർജിന്റെ വിമർശനത്തിൽ ബിജെപിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. അതേസമയം സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് PC ജോർജ് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടു പോയ സാഹചര്യത്തിൽ വിഷയം കൂടുതൽ വഷളാക്കേണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവരുടെ നിലപാട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, ഈ വിഷയത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? പാർട്ടിയുടെ നിലപാട് എന്താണ്? ഒപ്പം പരാതി എന്ന് തന്നെ കൊടുക്കുമോ? അശ്വതി, PC ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിൽ BJP അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് BJP അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചിലവഴിക്കാൻ പറ്റുന്ന തുകയായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വെറും 40 ലക്ഷം രൂപയാണ്. അപ്പോഴാണ് 4.5 കോടി രൂപ പൂഞ്ഞാർ മണ്ഡലത്തിൽ മാത്രം ചിലവഴിച്ചു എന്ന് PC ജോർജ് തന്നെ തുറന്നു പറയുന്നത്. മറ്റൊന്ന്, പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന ആരോപണവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുമൊക്കെ BJP വെച്ചിരിക്കുകയാണ്. അപ്പോഴും അതൊന്നുമില്ല, അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് BJPയുടെ ദേശീയ സമിതി അംഗം കൂടിയായ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിയായ PC ജോർജ് എന്റെ മണ്ഡലത്തിൽ വന്ന പണത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് തുറന്നു പറയുന്നത്. ഇത് രണ്ടും BJPയെ സംബന്ധിച്ച് അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ 40 ലക്ഷം എന്ന സ്ഥലത്ത് 4.5 കോടി ചിലവഴിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ LDF ആലോചിക്കുന്നത്. അവിടുത്തെ പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബാർഗെയിനിങ് ആണ്. അതായത് PC ജോർജ് ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാക്കി, അപ്പം തന്നെ PC ജോർജിന് ഇതിൽ ആരെങ്കിലും ഇൻവോൾവ് ആയ ആൾക്കാരുണ്ടാവുമല്ലോ, പൈസ എടുത്തതോ അല്ലെങ്കിൽ പൈസ കിട്ടിയതോ ഒരു ഗുണഭോക്താക്കൾ. ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ അപ്പം തന്നെ PC ജോർജിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് സോ ആൻഡ് സോ ഓഫർ വെക്കാം, ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തരാം, അപ്പോൾ ഇതൊരു വിഷയമാക്കരുത് എന്നുള്ള ഒരു ടോപ്പിക്കുമായി വന്നിട്ടുണ്ടാവും അവർ. അപ്പോൾ അങ്ങനെ ആ വിഷയം അവിടെ തീരും. പക്ഷേ മറ്റുള്ള പാർട്ടികളും കൂടി ഇടപെട്ട് അവർക്കും കൊടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്ക് ചോദിച്ചാലും കൊടുക്കാനുള്ള പാകത്തിൽ ഉള്ള ഫണ്ടിങ്, ദ ബിഗ് കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ബാക്ക് ടു ദ ടോപ്പിക്, ഇത് നമ്മുടെ ടോപ്പിക്കിന്റെ ഉപകഥയാണ്. പിന്നെ നമുക്ക് കഥയിലേക്ക് തന്നെ പോകാം. ദേവൻജി പറയുന്നത് കേട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. സന്തോഷം. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. പരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ. എനിക്ക് തോന്നുന്നു ഇയാളിങ്ങനെ ബാലിശമായിട്ട് നമ്മൾ അയാൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ വേദിയിൽ എത്തിയപ്പോൾ ഇവിടുന്ന് ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഞാൻ ഈ പാർട്ടി വിട്ടു പോവുകയാണ്, ആ രാജിക്കത്തൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നാടകമൊക്കെ കാണിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ മാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇയാൾ. മനസ്സിലായില്ലേ? PC ജോർജ് മറ്റടുത്ത് പൊട്ടിത്തെറിച്ചതുപോലെ ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഇയാൾ ആഗ്രഹിച്ചത് എന്തോ കിട്ടിയില്ല. പിന്നെ ഇയാൾ പറയുന്നുണ്ട് BJPക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, BJPയിലുള്ളവർക്ക് പോലും BJPയെ പേടിയാണ്, BJPക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ വിജയിനെ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആണ്, ഞാൻ വിജയിലേക്ക് പോവാണ്. എനിക്കൊന്നും ഇയാൾ സ്റ്റെബിലിറ്റി ഇല്ലാത്ത, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ഒരു തരത്തിലുള്ള തീരുമാനം എടുക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ, നമുക്കറിയില്ല. നമുക്ക് ഇദ്ദേഹത്തിന്റെ വേറൊരു ഫൈറ്റും കൂടി കണ്ടാൽ കറക്റ്റ് ക്ലിയർ ആവും എന്താ സ്റ്റാൻഡ് എന്നുള്ളത്. പിന്നെ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ, ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ BJPക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ലീഡറാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനും പറ്റുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. അത് ജാതി മത ഭേദമന്യേ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഞാൻ മാറ്റിയെടുത്തുകൊണ്ട് BJPയെ ജയിപ്പിക്കാനുള്ള ഒരു സംവിധാനം എനിക്കുണ്ടാവും. പക്ഷേ കാലപ്രഭാവത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം പറ്റുമ്പോൾ ഇരിക്കാനുള്ള സ്പേസ് തരണ്ടേ. ഒരു വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? ഇവിടെ ഒന്നല്ല 4 or 5 വൈസ് പ്രസിഡന്റുമാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിന് ഉത്തരമില്ല. അപ്പൊ തന്നെ എനിക്ക് സംശയമായി. കാരണം ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കയ്യിൽ വടി കിട്ടണ്ടേ, ആ വടി കിട്ടുന്നില്ല. അങ്ങനെ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പൊ എൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചാൽ ഞാൻ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്, പക്ഷെ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇതെന്താവെന്ന് അറിയില്ലല്ലോ. അത് വലിയ കാര്യമാണത്. എന്നിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് മോട്ടറാക്കിയിട്ട്, അങ്ങനെയല്ലേ നമ്മൾ പറയില്ലേ, ഇദ്ദേഹത്തെ ആരൊക്കെയോ പ്രലോഭിച്ചിട്ട് BJPയിലെത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, BJPയിലെത്തിയാൽ നിങ്ങൾ മോഡിജിയുടെ അടുത്ത് വരെത്തുന്ന രീതിയിൽ വളരും, നിങ്ങളെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. എക്സാമ്പിൾ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ആ പാർട്ടിയിൽ വന്നു, ഒരു മത്സരിച്ചു, തോറ്റു, രണ്ടാമത് മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി, അങ്ങനെ ഒരു കേന്ദ്ര മന്ത്രിസഭയിലൊക്കെ എത്തുന്ന രീതിയിൽ വളരാൻ പറ്റുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇദ്ദേഹത്തെ ആരോ ഊക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അയാളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ശക്തമാണ്. അപ്പോൾ ആനടിച്ച ദേവൻ ഒരുപാടുണ്ട് ഇയാളുടെ ഈ ക്ലിപ്പിങ്സുകൾ. ആനടിച്ച ദേവൻ, ഇയാൾ പറയുന്നത് കേട്ടില്ലേ, ഹിന്ദുക്കൾ ആയ ആൾക്കാർക്ക് പോലും BJPയിൽ വിശ്വാസമില്ല. അപ്പോൾ ഞാനെന്ന ദേവനെന്ന എന്നെ ഉപയോഗിച്ച് ഇവർ മാർക്കറ്റിംഗ് നടത്തി വോട്ട് കൈക്കലാക്കിക്കൊണ്ട് ജയിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇവരെ ഈ സംഘടനയിലെ പിടിയും വലിയും കാരണം എനിക്ക് സ്ഥാനം കിട്ടാതെ പോകുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അതിൽ രോഷാകുലിനെ ഞാൻ പോകുകയാണെന്നാണ് പറഞ്ഞത്. എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അങ്ങനെയാണ് വാർത്തകൾ. രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല.
അങ്ങനെയുള്ള ഒരു സന്ദർഭം. അപ്പൊ എനിക്ക് ഞാൻ എന്റെ കടം വാങ്ങി. പരാതി ഞാൻ ആരോട് പറയും അതെ എന്നുള്ളത് വലിയൊരു പ്രശ്നമായി പോയി. അതിന് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്റെ ഈ ഒരു പരാതി എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ആരും കിട്ടുന്നില്ല. അദ്ദേഹമാണ് അവൈലബിൾ അല്ലത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് നമ്മുടെ ലൈനല്ല എന്ന് തോന്നി. അതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഞാൻ തീരുമാനിച്ചു രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം എനിക്ക് അപ്പം വ്യക്തം കൃത്യം. ഇനി അങ്ങോട്ടേക്കുള്ള ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചാൽ ഫോൺ കിട്ടൂല. അപ്പോൾ അദ്ദേഹം എപ്പോഴും അൺഅവൈലബിൾ ആണ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ആ തെറ്റെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ഇവർ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ലൈനല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ PC ജോർജിനെ പോലെ 4.5 കോടി ചിലവാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാത്തതിനോ അഖിൽമാരാണ് പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലെ പൈസ പോയത് കൊണ്ടോ എല്ലാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും നെക്സ്റ്റ് ടോപ്പിക്കായി കാണുമ്പോൾ ഗുഡ് ബൈ.